സിനിമ ചെയ്യുന്ന സമയത്ത് ആഷിഖ് എന്നെ വിളിച്ച് പറഞ്ഞതാണ്, നീ ഭയങ്കര കാര്യമായിട്ട് അഭിനയിക്കാനൊന്നും നിൽക്കരുത്, നീയായിട്ട് തന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞു. പെരുമാറിയാ മതി. അന്ന് പ്രണയമൊക്കെ ഉണ്ടായിരുന്നു ആസിഫേ? പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 വേ 1 വേ എല്ലാം ഉണ്ടായിരുന്നു. അല്ല, ഒരു സമയം തന്നെ 3-4 പ്രണയങ്ങൾ ഡീൽ ഇല്ല, ഞാൻ ഭയങ്കര ഡിവൈൻ ലവിന്റെ ആളായിരുന്നു. ഈ ഡിവൈൻ ലവ് എത്ര നാൾ നീണ്ടു നിൽക്കും? ഡിപ്പെൻസ്. അല്ല, എന്നാൽ ഒരു ആവറേജിൽ എത്ര പെൺകുട്ടികളോടൊക്കെ അങ്ങനെ പ്രണയം പറഞ്ഞിട്ടുണ്ട്, ഒരു ഡിവൈൻ ലവ് തോന്നിയിട്ടുണ്ട്? അങ്ങനെയൊക്കെ ഒരു 3 പേരോട് തോന്നിയിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് എന്ത് ചെയ്യുന്നു? അവരൊക്കെ ഇന്ന് മിസ് ചെയ്യുന്നുണ്ടാവുമല്ലോ. അയ്യോ, അന്നൊന്ന് പറഞ്ഞു ഇന്നെല്ലാം ഒന്ന് പോയിരുന്നെങ്കിൽ ആസിഫ് അലിന്റെ ഭാര്യ. നമുക്കെല്ലാം നമ്മുടെ വി ഹാഡ് അവർ ഓൺ ഗുഡ് ടൈംസ്. അപ്പൊ അത് കഴിഞ്ഞ് അവരൊക്കെ പോയി. ഈ വലിയ സാഹിത്യകാരൊക്കെ പറയില്ലേ, ജീവിതം ഒരു ട്രെയിൻ പോലെയാണ്, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കുറെ പേര് കയറും, കുറെ പേര് ഇറങ്ങും, ട്രെയിൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അല്ല, എന്നാലും അവരാരെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ ഇപ്പൊ വിളിക്കാറുണ്ടോ ആസിഫെ? ഇല്ലില്ല, ഒന്നുമില്ല, നോ കോണ്ടാക്ട്സ്, നത്തിങ്. അങ്ങനെ കോണ്ടാക്ട് വെക്കുന്നത് നല്ലതാണോ ചീത്തയാണോ? വാട്ട് യു ഹാവ് ആൻ അഡ്വൈസ് ഫോർ നമ്മുടെയൊക്കെ ജനറേഷൻ? അല്ല, എനിക്കറിയില്ല. എന്റെ ഇതിലിപ്പോ ഇതാണ് നല്ലത്, കോണ്ടാക്ട് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. അതാണ് നമുക്ക് ആരോഗ്യത്തിനും എല്ലാത്തിനും നല്ലത്, വീട്ടിലായാലും. അല്ല, എനിക്കും ഈ പറഞ്ഞ ഇതെല്ലാം ഒരു പാഠമാണല്ലോ, നമ്മൾ ഇതിനൊക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവാ. അപ്പൊ തീർച്ചയായിട്ടും ഈ പറയുമ്പോ ആസിഫിന്റെ ഒരു ആക്ടിങ്ങിൽ ആസിഫ് കൈവരിച്ചൊരു മെച്യൂരിറ്റി, സംതിങ് ബിയോണ്ട് വേർഡ്സ്. നമ്മൾ ഈ പറഞ്ഞ സോൾട്ട് ആൻഡ് പെപ്പറിൽ കണ്ടൊരു പയ്യൻസ് ആയിരുന്നില്ല നമ്മൾ ഈ പറഞ്ഞ മഹാവീര്യറിൽ എത്തിയപ്പോൾ കാണുന്നത്. അപ്പം അത്രയൊരു മെച്യൂരിറ്റി യു ആർ അക്വയറിങ്. അപ്പോൾ പലരും ചോദിച്ചു, എവിടെയെങ്കിലും ചെന്ന് അഭിനയമൊക്കെ പഠിച്ചോ, ഏതെങ്കിലും ആക്ടിങ് ക്ലാസ്സസിന് പോയോ, അങ്ങനെ വല്ല നടന്നോ? എല്ലാവർക്കും ഇപ്പൊ ഈ ചോദിച്ച പോലെ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനേക്കാൾ വലിയൊരു ആക്ടിങ് സ്കൂൾ ഏതാണുള്ളത്? അത് ഞാൻ എൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ ശ്യാം സാറിൻ്റെ കൂടെ തുടങ്ങി, സിബി മലയിൽ സാറിൻ്റെ കൂടെ, സത്യനന്ദിക്കാട് സാറിൻ്റെ കൂടെ, ജോഷി സാറിൻ്റെ കൂടെ ഉൾപ്പെടെ, ആഷിഖ് അബു ഉൾപ്പെടെ, രാജീവ് രവി, അൻവർ റഷീദ്, മലയാളത്തിലെ ഒരുമാതിരി എല്ലാ സംവിധായകരുടെയും കൂടെ ഞാൻ സിനിമകൾ ചെയ്തു. ഇത്രയും വർഷം ദൈവം സഹായിച്ച് 13 വർഷത്തോളമായി ഇപ്പോൾ സിനിമയിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. ഇത്രയും വലിയൊരു ട്രെയിനിങ് വേറെ എവിടെ കിട്ടുക? തീർച്ചയായിട്ടും ഒരു ബ്രേക്ക് പോലും ആസിഫിന്റെ കരിയറിൽ വന്നിട്ടില്ല. അപ്പൊ ആ ഒരു ഒഴുക്ക് ഇങ്ങനെ അങ്ങ് തുടരട്ടെ. 13 ഇനി അടുത്ത 36-ാം വർഷം ആകുമ്പോഴും ഇന്റർവ്യൂ ചെയ്യാൻ ഞാനും ഇതുപോലെ ഉണ്ടാകട്ടെ എന്നാണ് ഞാനും ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നത്. ഒരുപാട് സർപ്രൈസസ് മലയാളികൾക്ക് തന്നിട്ടുള്ള ഒരു നടൻ കൂടിയാണ് ആസിഫ് അലി. കാര്യം ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ആണ് യു ആർ ഡൂയിങ്. ആക്ച്വലി നായകൻ മാത്രമല്ല, ലിറ്റിൽ ഓഫ് നെഗറ്റീവ് ഷെയ്ഡ്സ് എല്ലാം ചെയ്യാൻ ഒരു വേഴ്സറ്റാലിറ്റി ഉണ്ട്. അപ്പോൾ കോളേജ് ടൈമിൽ എത്രമാത്രം, ഹൗ നോട്ടി വേ യു? ലൈക്ക് ഒരു ബാക്ക് ബെഞ്ചർ ആയിരുന്നു, ഫ്രണ്ട് ബെഞ്ചർ ആയിരുന്നു, മിഡിൽ ആയിരുന്നു? സ്ഥിരമായിട്ടൊരു ബെഞ്ച് പോലും ഇല്ലാത്ത, എവിടെയെങ്കിലും ഗ്യാപ്പ് ഇട്ടേ കയറി ഇരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു കോളേജിൽ ഞാൻ. പക്ഷെ അങ്ങനെ ഭയങ്കര അലമ്പരമൊന്നും അല്ല, ഒരു ആർക്കും വലിയ ശല്യമൊന്നും ഇല്ല. എന്നാലും ചെയ്തതിൽ പ്രിൻസിപ്പലും സാറുമാരും ഒക്കെ കൈയോടെ പിടിച്ച ഏതെങ്കിലും ഒരു അലമ്പ് മനസ്സിൽ ഓർമ്മയുണ്ടോ? ഞാനതൊക്കെ പറഞ്ഞിട്ട് ഇനിയുള്ള ജനറേഷൻ അതൊരു മോട്ടിവേഷൻ ആവാൻ പാടില്ല. ഞങ്ങൾ വളരെ നല്ല ആൾക്കാരല്ലേ, നിങ്ങൾ പുറത്തു പറയരുത്. നോനു എന്തെങ്കിലും ഒരു ചെറിയൊരു ക്ലൂ തന്നാൽ മതി, അതിന്റെ നമുക്ക് ആ ഒരു ലെവൽ അറിയാനാണ്. അല്ല, ഞങ്ങള് കോളേജിലൊരു ഇവന്റ് നടക്കുന്ന സമയത്ത് ആ ഇവന്റ് എപ്പോഴും ബികോമിന്റെ ഫെസ്റ്റ് കഴിഞ്ഞ് BBAയുടെ ഫെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു BCAയുടെ ഫെസ്റ്റ് നടക്കാറുള്ളത്. അപ്പോൾ അത് ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഫെസ്റ്റിന് മുന്നേ BCAയുടെ നടന്നപ്പോൾ അത് ചെറുതായിട്ടൊന്ന് അലമ്പാക്കി കൊടുത്തു. എന്ത് പരിപാടി കാണിച്ചപ്പാ? പ്രേമത്തിലൊക്കെ നിവിൻ പോളി മറ്റേ ബോംബ് വെച്ചൊക്കെ പൊട്ടിക്കുന്ന പോലെ അങ്ങനത്തെ വല്ല? ഞങ്ങൾ മുട്ട വെച്ചു. എവിടെ? ഫാനില്. ഫാനിന്റെ ലീഫിന്റെ മുകളിൽ മുട്ട ഒട്ടിച്ചു വെച്ചു. അന്തരീക്ഷത്തിൽ നിന്ന് മുട്ടയേറുണ്ടായി. ഇതാരാന്ന് കണ്ടുപിടിക്കാനും പറ്റില്ല. ഇത് എവിടെ? അല്ല, കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു. കാര്യം ഞങ്ങളുടെ കോളേജ്, ഞാൻ കുട്ടിക്കാനത്താണ് പഠിച്ചത്. അവിടെ കവലയിൽ ഒറ്റ കടയുള്ളൂ. ആ കടയിൽ പോയി ആരാ മുട്ട മേടിച്ചെന്ന് ചോദിച്ചത് ഞാനാന്ന് പറഞ്ഞു. എത്ര മുട്ട വരെ നിങ്ങൾ അന്ന് ഫിക്സ് ചെയ്തു? 16 മുട്ട. എന്നാ ഓർമ്മ നോക്കിയേ. അതപ്പോ ശരിക്കും അത് കറങ്ങിയപ്പോഴത്തേക്കും ഫുൾ ആയി കാണില്ലേ, വൃത്തിയോടായി? എല്ലായിടത്തും പെർഫോം ചെയ്തുകൊണ്ടിരുന്നവരുടെ സ്റ്റേജിലേക്ക് എത്തില്ല. ഓഡിറ്റോറിയം വലിയ ഓഡിറ്റോറിയം ആണ്. അപ്പൊ അതിന്റെ ഒരു ഏരിയയിൽ മാത്രം. നിങ്ങൾ ആ ഭാഗത്തൊന്നും നിന്നുമില്ല? ഇല്ല. ഞങ്ങൾ ഏതെങ്കിലും സാറന്മാരുടെ ദേഹത്തൊക്കെ ഈ മുട്ടയുടെ ഇതൊക്കെ ആയിരുന്നോ? ആര് നോക്കാൻ? അല്ല, ആര് നോക്കാനെന്ന് പറയുമ്പോ നോക്കുന്നവരുണ്ട് കേട്ടോ. ആരാണത്? അങ്ങനെ ഒരാളുണ്ട് അല്ലേ അപ്പൂസേ? അങ്ങനെ ഒരാളില്ലേ? അത് ഓർമ്മയുണ്ടോ? നമുക്ക് ആളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. ഞങ്ങൾ സർപ്രൈസ് കൊടുക്കാൻ പോവാണ് ആസിഫിന്. ഓക്കെ, അപ്പം കുട്ടിക്കാനത്ത് ഈ പറഞ്ഞത് 16 മുട്ടയാണോ, മുട്ടയുടെ എണ്ണം 18 ആണോ എന്ന് കൃത്യമായി ഓർത്ത് പറയുന്ന ആരായിരിക്കും ബാബാ? എനി ഐഡിയ? എനിത്തിങ്? അന്ന് പിടിച്ചത് പ്രിൻസിപ്പൽ ആയിരുന്നോ? അന്ന് ഞാൻ പറയത്തില്ല, വന്നു കഴിയുമ്പോഴേ അറിയാൻ പറ്റും.
ടീച്ചേഴ്സ് ആണെന്നൊന്നും പറയരുത്. ടീച്ചേഴ്സിന് എന്തെങ്കിലും ഒരു ഉൾഭയം എന്തെങ്കിലും ഉണ്ടോ? അല്ല ഈ പെട്ടെന്ന് ഇങ്ങനെ ആസിഫ് അതിലങ്ങ് ഇതായി പോയി. ഇനി ആരാ വരുന്നത് നോക്കിയിട്ട്. അല്ല എങ്ങനെയായിരുന്നു സാറന്മാരുമായി അപ്പൊ ഇങ്ങോട്ട് അല്ല എങ്ങനെയായിരുന്നു ടീച്ചേഴ്സുമായിട്ടുള്ള ഒരു കോറിലേഷൻ എങ്ങനെയായിരുന്നു സാറന്മാരുമായിട്ട്? അതല്ല ഞാൻ ചോദിക്കട്ടെ, സീരിയസ്ലി നന്നായിട്ട് പഠിക്കുമായിരുന്നോ അതോ ഭയങ്കര ഉഴപ്പനായിരുന്നോ? ഞാൻ കോളേജിൽ ജോയിൻ ചെയ്ത് ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം റിസൾട്ട് വന്നപ്പോൾ 3 സപ്ലി ഉണ്ടായിരുന്നു. 3 സപ്ലി ഉണ്ടായിരുന്നു ഫസ്റ്റ് സെമസ്റ്റർ. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഹോസ്റ്റലിൽ പോയിരുന്ന് കരഞ്ഞു, തീരുമാനം എടുത്തു ഇനി നന്നായിട്ട് പഠിക്കണമെന്ന്. അത് കഴിഞ്ഞുള്ള എല്ലാ സെമസ്റ്ററിനും എനിക്ക് 3 വെച്ച് സപ്ലി ഉണ്ടായിരുന്നു. ലാസ്റ്റ് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്തു അല്ലേ? ഓക്കെ ആണോ? ഞാൻ ഇങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയി കണ്ടിട്ടേ ഇല്ല. ഇതെന്ന് പറയുന്നത് ജോർജി ജോർജ് സാറാണ്. സാറ് HOD ആണ് എൻ്റെ. സാറ് ഈ പറഞ്ഞ പോലെ 16 മുട്ടയുടെ കാര്യം വരെ ഞങ്ങൾ ഇവിടെ പറഞ്ഞെത്തി നിൽക്കുന്നുണ്ട്. സത്യമാണോ സാറേ? അത് ഹോസ്റ്റലിൽ നടക്കുന്ന കാര്യങ്ങളെ നമുക്ക് അത്ര പറയാൻ പറ്റില്ല, പക്ഷെ ആള് വീരനായിരുന്നു. അല്ല നല്ല തലവേദന ആയിരുന്നു HOD? അങ്ങനെയൊന്നും ഇല്ല, അവനോട് ലവിങ് ആയിരുന്നു. പിന്നെ പിള്ളേരുടേതായ ശ്രദ്ധരങ്ങൾ ഇവരുടെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. ആ ഗാങ്ങിനെ സ്ഥിരം ഞാൻ പിടികൂടുമായിരുന്നു. ക്ലാസ് കട്ടിങ് ഞാനൊരു പ്രാവശ്യം ഓർക്കുന്നുണ്ട്. എൻ്റെ ഗാങ്ങിലുള്ള ഒരുത്തരെല്ലാം കൂടെ, പക്ഷെ ഇവരൊക്കെ നല്ല പിള്ളേരായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തോട്ടില്ല. അല്ല ഇപ്പോഴത്തെ രീതിയൊന്നുമല്ല, ഇപ്പോഴത്തെ പിള്ളേരുടെ രീതിയൊന്നുമല്ല. ഒരു പ്രാവശ്യം ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സേവിയേഴ്സ് എന്ന് പറഞ്ഞൊരു കടയിലെ ഇമാരിങ്ങനെ ക്ലാസ് കഴിഞ്ഞിങ്ങനെ ചുമ്മാ ഇങ്ങനെ സെർവർ നിൽക്കുക. അപ്പോഴത്തേനും ഒന്നും ഞാൻ അനുവദിക്കില്ല. അന്നൊക്കെ ഇതുപോലല്ലല്ലോ, കുട്ടികളെന്ന് പറഞ്ഞാൽ കുറേ കൂടെ നമ്മൾ സ്ട്രിക്റ്റ്. ഒരു ഞാനൊരു ഫോർമേഷനാണ് ഇവർക്ക് കൊടുത്തത്. ഞാൻ ആ രീതിയിലായിരുന്നു അവരുടെ. എൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ നിൽക്കുക, സാറേ പിള്ളേർ ഇച്ചിരി അലമ്പ സാർ അങ്ങോട്ട് നീ എല്ലാം പറഞ്ഞു. ഞാൻ പയ്യെ അങ്ങോട്ട് ചെന്നു, ഒരൊറ്റയാണെന്ന് പിന്നെ ആ വഴിക്കോട്ട് കാണുന്നില്ല. അത്രയ്ക്ക് ബന്ധമായിരുന്നു കുട്ടികളോട്. കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ല ഉപദേശങ്ങളും കൊടുക്കും, വഴക്ക് കൊടുക്കും. ഞാൻ വിചാരിച്ചു ഞാനൊത്തിരി വഴക്കുമൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഇവർക്ക് എന്നോട് ദേഷ്യമായിരിക്കുന്ന ഓർത്ത്. പക്ഷേ ഐ ആം മോസ്റ്റ് ലവ്ഡ് ആൻഡ് റെസ്പെക്റ്റഡ് ബൈ ഓൾമോസ്റ്റ് ഓൾ മൈ സ്റ്റുഡൻസ്. എനിക്ക് ഭയങ്കര ഒരു ആസിഫ് അലിയെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റുന്നത്, അവന് നമ്മളെല്ലാം കൂടെ ഗോവയ്ക്ക് പോയൊക്കെ ഓർക്കുന്നില്ല. ഇപ്പം ഗോവയ്ക്ക് പോയി എനിക്കറിയാം ഇവരൊരു സ്വല്പം മുന്നോട്ടുള്ള ബാച്ചാണ്. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ സാറേ പ്രിൻസിപ്പലിനോട് പറഞ്ഞു, ഞാൻ പോകുന്നില്ല, ചെറുപ്പക്കാർ അധ്യാപകരുണ്ട്, അപ്പോൾ അവരെയും കൊണ്ട് വേണ്ട സാറേ സാറ് തന്നെ ഉമ്മാരെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു, മേച്ചോണ്ട് പോകണമെന്ന്. അങ്ങനെയാണ് ഞാൻ ഉമ്മാരോട് പോയത്. പോയി കഴിഞ്ഞാൽ ഇവന്മാരൊരു നല്ലിടം ഫെനിയൊക്കെ മേടിച്ച് മേടിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ഓർക്കണ കൂട്ടുകാരൻ, ഞാൻ കോട്ടയത്ത് ഇറങ്ങാത്തതിന് ഞാൻ പറഞ്ഞു, ഇവിടെ എനിക്ക് ഇച്ചിരി വെള്ളം വേണം കുടിക്കാൻ, ഞങ്ങളുടെ ആരെങ്കിലും ബോട്ടിലുണ്ടോ ചോദിച്ചു. ഇവനല്ല കേട്ടോ, ഇവനൊരു ബോട്ടിൽ അതെടുത്ത ഒരു ഫെനിയായിരുന്നു. ഞാൻ പറഞ്ഞു പോലെ എനിക്കിത് വേണ്ട, എനിക്ക് കുടിക്കാൻ കൊടുത്തത് ഫെനി. അല്ല ഇത്രയും ഒരു സ്റ്റാർ ആവും മലയാള സിനിമയിൽ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റാർ ആവും ഒരു ഇതുണ്ടായിരുന്നോ സാർ? ഒരു തോട്ട് കിട്ടിയായിരുന്നോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഒരു പ്രത്യേകതയുള്ള കുട്ടിയാണെന്ന് എനിക്ക് അറിയാമായിരുന്നു, പ്രത്യേകതയുള്ളത്. 3 സപ്ലി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സപ്ലി വീരനായിരുന്നു, സപ്ലി വീരനായിരുന്നു. എന്നാലും വേറെ രീതിയിലുള്ള ഒരു അലമ്പോ അങ്ങനത്തെ ഒന്നുമില്ല അല്ലേ? നെവർ. ആസിഫിനെ കുറിച്ച് പറയാനുള്ള ഗുരുത്വമുള്ള പയ്യൻ. വലിയ ഐഡിയ ഉണ്ട്. ഗുരുത്വം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ എല്ലാവരും ചെറുപ്പക്കാരാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഗുരുത്വം എന്ന് പറയുന്നത് കടയും മേടിക്കാൻ കിട്ടത്തില്ല, അത് നിങ്ങൾ ആർജിച്ചെടുക്കേണ്ടതാണ്. അത് ധാരാളമായിട്ട് ഇവന് കിട്ടിയിട്ടുണ്ട്. അല്ല വിജയത്തിന്റെ ഒരു വലിയ കാരണം അത് തന്നെയാണ്. എനിക്ക് അതിനകത്ത് വേറൊന്നും പറയാനില്ല. ഗുരുത്വമാണ് അവനെ കൊണ്ടുപോയിച്ചാൽ ആ ഗുരുത്വമാണ് അവനെ ഇവിടെ എന്നിട്ടൊക്കെ അത്ര മുകളിലെത്തും. പിന്നെ ഞാൻ ആസിഫിനെ കുറിച്ച് ഇവൻ്റെ ഇപ്രാവശ്യം കേട്ടോ ഞാൻ ചെവിക്ക് പിടിക്കുന്നുണ്ട്. എല്ലാ ടീച്ചേഴ്സിലേക്കും വിളിച്ച് എവിടെയാണെങ്കിലും വിഷ് ചെയ്തിരിക്കും. സാറേ ഇപ്രാവശ്യം വിളിച്ചില്ല, ഇനി ഞാനങ്ങ് വരും. അപ്പോൾ ആ ഒരു
ദി എന്താണ് വാംത്ത് ഓർ ആംബിയൻസ് വാട്ട് എവർ ഇറ്റ് ഈസ്, അതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. ചുമ്മാ ഒന്നും ആർക്കും ഒരു ഫീൽഡിൽ എക്സൽ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെല്ലാവരും ഉണ്ട്, ഒരു ക്വാളിറ്റി ഉണ്ട്, അത് ഗ്രൂം ചെയ്തെടുത്തെങ്കിലേ നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ആസിഫ്. ഈ ആസിഫ് എന്ന് പറയുന്നത് ഇപ്പം മലയാള സിനിമയിൽ ഏറ്റവും അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണെന്ന് നമുക്കറിയാം. ഇൻ കേസ് സിനിമയിലായിരുന്നില്ല, എന്നാലും സിനിമയിൽ തന്നെ വരും എന്നറിയാം, നമ്മൾ അത് വിട്ടിട്ട് സിനിമയിലായിരുന്നില്ലെങ്കിൽ എന്ത് തൊഴിലിലായിരിക്കും ആസിഫ് വേറെ ചെയ്യാണ്ട, വേറെ ഏത് പണിക്കായിരിക്കും സാറിന്റെ മനസ്സിലായി? ആസിഫ് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ഇൻ്റർവ്യൂവിൽ തന്നെ പല പ്രാവശ്യം ഞങ്ങൾക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്കിതല്ലാതെ വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല. ഇല്ലടാ, ഒരു പ്ലാൻ ബി ഇല്ലായിരുന്നു. എനിക്ക് പ്ലാൻ ബി ഇല്ലായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ അറിയില്ല. ഞങ്ങളുടെ ഇവിടെ ജൂനിയർ ടീച്ചേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോജക്റ്റിനൊക്കെ ചെയ്തപ്പോൾ അല്ലേ, പ്രോജക്റ്റിന് നീ ഇത് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ചെയ്ത പ്രോജക്റ്റ് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? പ്രോജക്റ്റ് അല്ല, ഞാൻ അവിടെ നിന്ന് നമുക്ക് ഫെയർവെൽ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റി പറയുമ്പോൾ ഞാനൊരു ആക്ടർ ആവണം എന്ന് പറഞ്ഞ് അന്ന് ഞങ്ങളുടെ ഒരു സാറുണ്ട് ജോഷി എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം എന്നെ വിളിച്ച് നീ അത് തുറന്നു പറഞ്ഞത് ഇങ്ങനെ സംസാരിക്കാനുണ്ട്. അല്ല, തീർച്ചയായിട്ടും വളരെ ഒരുപാട് നന്ദിയുണ്ട് സർ. കാര്യം ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ആസിഫാണ് വരുന്നത്, ആസിഫിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗുരുദക്ഷിണയാണ് സാറിന്റെ ഒരു പ്രസൻസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ സാറ് നമുക്ക് വേണ്ടി വന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഒരു കാര്യം, എനിക്ക് കുട്ടികളെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ എനിക്കവർ മക്കൾ തന്നെയായിരുന്നു, അവരൊരു സ്റ്റുഡൻസ് ആയിരുന്നില്ല. ഇവർ ആസിഫിൻ്റെ ബാച്ച് 2007 കഴിഞ്ഞിട്ട് വരുന്ന, പിന്നെ ഇവരുടെ ബാച്ച് ഒരു സ്വല്പം ഞാൻ പറയും ഇപ്പോൾ ഒരു ഇളക്കമുള്ള ബാച്ചായിരുന്നു. അത് കഴിഞ്ഞ് വരുന്ന ബാച്ചുകളോട് എനിക്ക് മനസ്സിലായി ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു ഇവരോടൊക്കെ. എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവർക്കറിയാം ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ലവ് ആൻഡ് അഫെക്ഷൻ, നോട്ട് ബിക്കോസ് നത്തിങ് എൽസ്. പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ഓർത്തില്ല കേട്ടോ, ഞാൻ നല്ല സ്ട്രിക്റ്റ് ആയിരുന്നുകൊണ്ട് ഞാൻ വിചാരിച്ചത് പിള്ളേർ എന്നെ ചീത്തയായിരിക്കും പറയുന്നൊക്കെയാണ്. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നു 2014 ഇവനൊരു ഭയങ്കര ഒരു ബോംബ് പൊട്ടിച്ചു. 2014 സെപ്റ്റംബർ 5 ഞാൻ കോളേജിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസ്. ഇവൻ എന്നെക്കുറിച്ച് ഒരു റൈറ്റപ്പ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ജോജി സാറെന്നും പറഞ്ഞ് സെപ്റ്റംബർ 5 മനോരമയിൽ അവൻ എഴുതി എന്നെക്കുറിച്ച്. അപ്പോഴാണ് ഞാൻ മനസ്സിലായത്, ഇറ്റ് വാസ് എ പ്ലസൻറ്റ് സർപ്രൈസ് ഫോർ മീ. ടിൽ ദാറ്റ് ടൈം ഐ നെവർ ഹാഡ് ദി ഇംപ്രഷൻ ദാറ്റ് സ്റ്റുഡൻസ് ലവ് മീ സോ മച്ച്. ഞാൻ